സോളിഡ് വേസ്റ്റ് മാനേജ്മെൻറ്റ്. സോളിഡ് വേസ്റ്റ് മാനേജ്മെൻറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പം വേസ്റ്റൊക്കെ കൊണ്ട് ഡംപ് ചെയ്യുന്ന ആ ഒരു വേസ്റ്റെല്ലാം കുറേ സ്ഥലത്ത് കുന്നുകൂടി കിടക്കുക. നമ്മൾ വേസ്റ്റ് കൊണ്ട് എന്താ പറയുക ഡംപ് ചെയ്യുന്ന ഒരു പരിപാടികളൊക്കെ ഉണ്ടല്ലോ, അതിനെയാണ് സോളിഡ് വേസ്റ്റ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. കാരണം നമുക്കറിയാം വേസ്റ്റ് നമ്മൾ ഡംപ് ചെയ്യുന്നത് കൂടി ലാൻഡ് പൊല്യൂഷൻ അല്ലെങ്കിൽ സോയിൽ പൊല്യൂഷനൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ നമുക്കറിയാം അതിൻ്റെ സ്മെല്ലാണ് എയർ പൊല്യൂഷൻ, അങ്ങനെയുള്ള ഒരുപാട് പൊല്യൂഷൻ ഉണ്ടാകുന്നുണ്ട്. ചിലപ്പോൾ ഇതിൽ നിന്ന് തന്നെ ഈ വേസ്റ്റ് കൊണ്ട് ഡംപ് ചെയ്യുമ്പോൾ അതൊന്ന് എന്താ പറയുക ഒരുപാട് ഡിസീസൊക്കെ തന്നെയാണ് നമുക്ക് വരും, അങ്ങനെയുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. പിന്നെ ഈ സോളിഡ് വേസ്റ്റിൻ്റെ അതിൻ്റെ മെയിൻ സോഴ്സസ് ഒക്കെയാണ് പറയുന്നത്. ഗാർബേജ് നമുക്കറിയാം ഈ എന്താ പറയുക അവശിഷ്ടങ്ങളൊക്കെ ഇപ്പം ആണെങ്കിൽ ഫ്രൂട്ടിൻ്റെ ആണെങ്കിൽ അല്ലെങ്കിൽ ഈ ഇറച്ചിയുടെ വേസ്റ്റ്, അതുപോലെ പച്ചക്കറിയൊക്കെ നമ്മളൊന്നേ കട്ട് ചെയ്ത് കളഞ്ഞതിൻ്റെ ആ വേസ്റ്റ്, അല്ലെങ്കിൽ അതൊക്കെ ചീഞ്ഞിട്ടോ അങ്ങനെയുള്ള വേസ്റ്റുകൾ. പിന്നെ അതുപോലെ ഫുഡൊക്കെ നമ്മൾ കഴിച്ച് കഴിച്ച് കുറച്ച് കഴിച്ച് നമ്മളങ്ങോട്ട് പുറത്തേക്ക് ഡംപ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മളത് വേസ്റ്റാക്കി കളയുക ചെയ്യുന്നത്. അപ്പം അങ്ങനെയൊക്കെ വരുന്ന വേസ്റ്റ് അതാണ് ആ ഒരു സെറ്റിനെ ഗാർബേജ് പറഞ്ഞാൽ അവശിഷ്ടങ്ങളായിട്ട് നമ്മൾ കളയുന്ന ആ ഒരു ടൈപ്പും വേസ്റ്റ് വരുന്നുണ്ട്. പിന്നെ വരുന്ന റബ്ബിഷ് എന്ന് പറഞ്ഞാൽ ഈ പേപ്പർ അങ്ങനെയുള്ള ഈ ചവറ് പോലത്തെ ഐറ്റംസ് ഇല്ല, പ്ലാസ്റ്റിക് ആണെങ്കിൽ അല്ലെങ്കിൽ കാർഡ്ബോർഡ് പേപ്പർ, ഈ തുണിയുടെയൊക്കെ അങ്ങനത്തെ ഉള്ള മെറ്റീരിയൽ, ഈ പാത്രങ്ങളൊക്കെ അലുമിനിയം അങ്ങനെയുള്ള വെച്ചാൽ അതൊന്നും ദ്രവിക്കത്തില്ല. കാരണം ഒരിക്കലും അതൊന്നും ചെയ്യാത്തൊരു ഇതാണ് ഈ സംഭവങ്ങളൊക്കെ, ഈ അലുമിനിയം അങ്ങനത്തെ പോലത്തെ റബ്ബർ അങ്ങനത്തെ പോലത്തെ സാധനങ്ങളൊക്കെ. അപ്പം അങ്ങനെയുള്ള പക്ഷെ പെട്ടെന്നൊന്നും അങ്ങനെ ചെയ്യലാത്ത. അപ്പം നമുക്കറിയാം അലുമിനിയം പെട്ടെന്നൊന്നും അങ്ങനെ അഴുകത്തൊന്നുമില്ല. ഇപ്പം ചില പേപ്പറൊക്കെ കട്ടിയുള്ള കാർഡ്ബോർഡ് പേപ്പറൊന്നും തുണിയൊന്നും അങ്ങനെ പെട്ടെന്ന് അഴുകത്തൊന്നുമില്ലല്ലോ. അങ്ങനെയുള്ള ഈ ചവറുകൾ, അതാണ് ഈ റബ്ബിഷ്. അപ്പോൾ അതും ഒരു സോളിഡ് വേസ്റ്റ് ആണ്. പിന്നെ അഗ്രികൾച്ചർ വേസ്റ്റ് ചാണം, അതുപോലെ പഞ്ഞിയൊക്കെ അങ്ങനത്തെ വരുന്ന വേസ്റ്റ്, പിന്നെ ഷുഗർ കെയിൻ, കോക്കനട്ട്, അതൊക്കെ എന്താ പറയുക നമ്മളെടുക്കുക. ഈ ചിരട്ട അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വരുമല്ലോ, ഇതൊക്കെ ശരിക്കും വേസ്റ്റാണ്. നമ്മുടെ ആവശ്യത നമ്മൾ ഉപയോഗിച്ചിട്ട് ബാക്കി അങ്ങ് കളയുന്ന, അല്ലെങ്കിൽ നമ്മൾ എടുക്കാതെ പോകുന്ന, അങ്ങനെയൊക്കെ വരുന്ന വേസ്റ്റ് അഗ്രികൾച്ചറൽ വേസ്റ്റ്. നമുക്ക് എന്താ പറയുക നമ്മൾ ഫുഡായിട്ടും അങ്ങനെ എന്താ പറയുക തേങ്ങ അങ്ങനെ വരുന്ന നമ്മൾ ഫാം ചെയ്ത സംഭവങ്ങളിലൊക്കെ കിട്ടുന്ന ആ ഒരു ഇതാണ് അഗ്രികൾച്ചറൽ വേസ്റ്റ്. പിന്നെ വരുന്നത് ഇൻഡസ്ട്രിയൽ വേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്കറിയാം അഴുക്ക് വെള്ളമൊക്കെ വരുന്നത് ഇപ്പോൾ ഒരു ഡ്രെയിനേജ് വഴിയൊക്കെ വരുന്ന ഒരു ഫാക്ടറിയിൽ നിന്നോ അല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രിയിൽ നിന്ന് വരുന്ന അങ്ങനെ വേസ്റ്റ് വരുന്നത്, ഒഴുകി വരുന്ന അങ്ങനെ അഴുക്ക് വെള്ളം. അതുപോലെ കെമിക്കൽസ്, നമുക്കറിയാം ഈ ഡ്രെയിനേജ് വെള്ളത്തിലൊക്കെ അഴുക്ക് വെള്ളത്തിലൊക്കെ ഒരുപാട് കെമിക്കലൊക്കെ ഇങ്ങനെ വരുന്നുണ്ടല്ലോ. പിന്നെ വരുന്നത് എന്താ പറയുക ഫ്ലൈ ആഷ് പറഞ്ഞ പുകയൊക്കെ ചില നമുക്കങ്ങനെ ടോക്സിക്കായ ചില പല പുകകളും അങ്ങനെ ഉണ്ട്. പിന്നെ ഈ എന്താ പറയുക നന്നായിട്ടുള്ള ചെളിയൊക്കെ ചില ഫാക്ടറിയിലൊക്കെയാണ് ഓരോ ആവശ്യമായിട്ട് ചെളിയൊക്കെ ഉള്ള ഓരോ സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അങ്ങനെ ചെളികൾ, അങ്ങനെയുള്ള പെയിൻറ്റ്, അങ്ങനെയുള്ള ഇൻഡസ്ട്രിയൽ വേസ്റ്റ് ഉണ്ട്. പിന്നെ ഹസാർഡ്സ് വേസ്റ്റ് പറയും നമുക്കൊരു ഒരു എക്സ്പ്ലോഷൻ ഒരു സ്ഫോടനമൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് വരുന്ന വേസ്റ്റുകൾ, ഇപ്പം ടോക്സിക് ആയിട്ടുള്ള കെമിക്കൽ സബ്സ്റ്റൻസ് ഒക്കെ കുറേ അങ്ങനെ റിലീസ് ആകുമല്ലോ, അങ്ങനെ വരുന്ന വേസ്റ്റൊക്കെ നമുക്ക് മനുഷ്യന്മാർക്കാണെങ്കിലും ആനിമൽസ്, പ്ലാന്റ്, അങ്ങനെ ആർക്കും അത് നന്നായിട്ട് എഫക്റ്റ് ചെയ്യുന്നൊരു സംഭവമാണ്. അപ്പോൾ നമ്മുടെ ഹെൽത്തിനൊക്കെ, നമ്മുടെ ഹ്യൂമൻ ലൈഫിലൊക്കെ നന്നായിട്ട് അത് എഫക്റ്റ് ചെയ്യും. അങ്ങനെ ഈ ഹസാർഡ്സ് വേസ്റ്റ് ഈ സ്ഫോടനമൊക്കെ നടക്കുന്ന സമയത്ത് റിലീസ് ചെയ്യുന്ന ഈ റേഡിയോ ആക്റ്റീവ് വേസ്റ്റൊക്കെ, അതൊക്കെ അങ്ങനെ വരുന്ന വേസ്റ്റൊക്കെ അങ്ങനെ വരുന്ന വേസ്റ്റ് നമുക്ക് മനുഷ്യന് ഹ്യൂമൻ ലൈഫിലൊക്കെ നന്നായി അത് എഫക്റ്റ് ചെയ്യുന്നത്, ഹാംഫുള്ളാണ് നമുക്കത്. പിന്നെ ഡീമോൾട്ടേഷൻ വേസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം എന്താ പറയുക ഈ സിമെൻറ്റ് അങ്ങനെയൊക്കെ എന്താ പറയുക ഈ ബ്രിക്സ് ഒക്കെ വരുന്ന കോൺക്രീറ്റ് സംഭവങ്ങളൊക്കെ അങ്ങനെ വരുന്ന കുറേ വേസ്റ്റ് ഉണ്ട്. ഇപ്പം ഒരു സിമെൻറ്റ് ഇപ്പം കൂട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കി വരുന്നത് അങ്ങനെ വരുന്ന വേസ്റ്റ്, കല്ലുകൾ അങ്ങനെയൊക്കെ വരുന്ന, പിന്നെ അതുപോലെ ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റിൻ്റെ ഒക്കെ വേസ്റ്റ്, അങ്ങനെ അതുപോലെ സാനിറ്ററി പാർട്സൊക്കെ അവിടെയൊക്കെ വരുന്ന വേസ്റ്റുകളില്ലേ, അതാണ് ഡീമോൾട്ടേഷൻ വേസ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ വരുന്നത് ഇതിൻ്റെ ഈ സോളിഡ് വേസ്റ്റ് എങ്ങനെയൊക്കെ ബാധിക്കും എന്നുള്ളതാണ്. ഫസ്റ്റ്, ഡ്യൂറിങ് ഹാൻഡ്ലിംഗ് ആൻഡ് ട്രാൻസ്ഫർ ഓഫ് സോളിഡ് വേസ്റ്റ് ഫ്രം ഹോസ്പിറ്റൽ ഡിസീസസ് ട്രാൻസ്മിഷൻ മെയിൻ ടേക്ക് പ്ലേസ് ബൈ ഇൻഫെക്ഷൻ ത്രൂ ഓപ്പൺ സോഴ്സ്. വേറെ ഹോസ്പിറ്റലിലൊക്കെ ഇപ്പം ഒരു എന്താ പറയുക സിറിഞ്ച് അങ്ങനെ ഒരുപാട് വേസ്റ്റ് ഉണ്ട് ഹോസ്പിറ്റലിലൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ അവർ യൂസ് ചെയ്ത ഇപ്പോൾ തന്നെ തുണിയൊക്കെ ആണെങ്കിൽ തന്നെ അങ്ങനെ ഓരോ ഇപ്പം മാസ്ക്, അവരുടെ ഗ്ലൗസ്, അങ്ങനെയുള്ള സംഭവങ്ങൾ അതൊക്കെ വേസ്റ്റ് ഒരു വട്ടം യൂസ് ചെയ്യുക, അവരൊക്കെ ഒരു വട്ടം യൂസ് ചെയ്യുന്ന സംഭവം. അതുപോലെ സിറിഞ്ചൊക്കെ ആണെങ്കിലും അങ്ങനെ കുറേ വേസ്റ്റൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെ ഒരുപാട് വേസ്റ്റ് ഉണ്ട് അതൊക്കെ ഇങ്ങനെ ഹോസ്പിറ്റലിൽ നിന്നൊക്കെ. അങ്ങനെ വരുന്ന വേസ്റ്റുകളിലൊക്കെ ഇൻഫെക്ഷനായിട്ട് ഒരുപാട് രോഗങ്ങളൊക്കെ, അപ്പം അവർ ഡംപ് ചെയ്യണമെങ്കിൽ തന്നെ ഒരു പ്രോപ്പറായിട്ടുള്ള രീതിയിൽ എവിടെയും അങ്ങനെയല്ലല്ലോ, നമ്മൾ ഓപ്പൺ എയറിൽ കൊണ്ട് ഡംപ് ചെയ്യുന്നത്. നമുക്ക് ഒരു ഡംപ് ചെയ്യുന്ന കുറച്ച് സ്ഥലങ്ങളുണ്ടല്ലോ, അവിടെ കൊണ്ട് ഓപ്പൺ എയറിൽ കൊണ്ട് ഡംപ് ചെയ്യണം. അപ്പോൾ അതിൽ നിന്ന് കുറേ ഇൻഫെക്ഷനൊക്കെ ആയിട്ട് ഒരുപാട് രോഗങ്ങളൊക്കെ വരാനുള്ള ചാൻസൊക്കെ അങ്ങനെയൊക്കെ ഉണ്ട്.
പിന്നെ ഫ്ലൈസ് ബ്രീഡ് ഓൺ സോളിഡ് വേസ്റ്റ് മെയിൻ റിസൾട്ട് ഇൻ ട്രാൻസ്മിഷൻ ഓഫ് മെനി ഡിസീസ്. അതുപോലെ എന്താ പറയുക, ബ്രീഡ് ചെയ്യുന്ന ടൈമിലൊക്കെ അത് എന്താ പറയുക ട്രാൻസ്ഫർ ആയി പോയിട്ടുണ്ടെങ്കിൽ അങ്ങനെ അതുപോലെ കുറേ ഡിസീസൊക്കെ വരാം. ദ ഇംപ്രോപ്പർ ഡിസ്പോസൽ ഓഫ് സോളിഡ് വേസ്റ്റ് റിസൾട്ട്സ് ഇൻ കണ്ടാമിനേഷൻ ഓഫ് ക്രോപ്സ്, വാട്ടർ സപ്ലൈസ് ആൻഡ് ദസ് പോസസ് ഹെൽത്ത് ഹസാർഡ് ഫോർ ഹ്യൂമൻ ആൻഡ് ആനിമൽസ്. ഇപ്പം നമ്മൾ പറഞ്ഞിട്ട് ഈ വേസ്റ്റൊക്കെ ഡംപ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇപ്പം നമുക്ക് വേസ്റ്റ് ഒരു സ്ഥലത്ത് നമ്മൾ കൃഷിക്ക് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു സ്ഥലത്താണ്, അങ്ങനെയാണെങ്കിൽ അല്ലെങ്കിൽ വെള്ളം ഒഴുകി പോകുന്ന അങ്ങനെയുള്ള സ്ഥലത്ത് അവിടെ നമ്മൾ വേസ്റ്റ് ഡംപ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലുള്ള ടോക്സിക് അത് നന്നല്ലാത്ത ഇതൊക്കെ ഇപ്പോൾ ഒരു വെള്ളത്തിൻ്റെ സൈഡിലിടാം. ഇപ്പോൾ ഒരു കനാലിൻ്റെ സൈഡിലേക്ക് കൊണ്ടുപോയി നമ്മൾ വേസ്റ്റ് അങ്ങനെയൊക്കെ ഡംപ് ചെയ്യണമെങ്കിൽ ആ വെള്ളം ഇങ്ങനെ ഒഴുകി പോകുന്നുണ്ടല്ലോ. അപ്പം അത് ആ രീതിയിൽ അതും ഓരോ ഡിസീസസ് അല്ലെങ്കിൽ അത് നമുക്ക് ഒരു ഹെൽത്തിനൊക്കെ പ്രോബ്ലം ഉള്ള ഒരു ഹെൽത്ത് ഹസാർഡ്സൊക്കെ അവിടെ ഉണ്ടാക്കുവാണ് അങ്ങനെ ചെയ്യുമ്പം. അങ്ങനെ നമുക്ക് കൃഷിക്ക് ഇപ്പം അങ്ങനെ സ്ഥലത്ത് അതിൽ വെള്ളം തന്നെ നമുക്ക് എടുക്കാം. ഒരു വെള്ളം പോകുന്ന വഴിക്കൊക്കെ കൊണ്ടുപോയി അവിടെയൊക്കെ കൊണ്ടുപോയി വേസ്റ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ അത് ഒഴുകിപ്പോയി നമ്മുടെ ആരോഗ്യത്തിനൊക്കെ തന്നെ അത് ദോഷമായിട്ട് ബാധിക്കും. പിന്നെ അതുപോലെ വാട്ടർ ലോഗിങ് ഡ്യൂ ടു സോളിഡ് വേസ്റ്റ് ഡിസ്പോസൽ റിസൾട്ട് ഇൻ ബ്രീഡിങ് ഓഫ് മൊസ്കിറ്റോ. അപ്പം നമുക്കറിയാം അഴുക്ക് വെള്ളമാണെങ്കിലും നല്ല വെള്ളമാണെങ്കിലും ഏത് വെള്ളമാണെങ്കിലും കെട്ടിക്കിടന്നു കഴിഞ്ഞാൽ അവിടെ കൊതുക് വളരും. ഇപ്പം അങ്ങനെ വരുന്നു. അതൊക്കെ ഈ സോളിഡ് വേസ്റ്റ് നമ്മളിങ്ങനെ എല്ലാം ഇങ്ങനെ ഇടുന്നതുകൊണ്ട് നമുക്ക് ബാധിക്കുന്ന സംഭവങ്ങളാണ്. കൊതുകൊക്കെ ഒരുപാട് കൂടിയിട്ടുണ്ടെങ്കിൽ ഒരുപാട് രോഗങ്ങളൊക്കെ കൊതുകിൽ നിന്നൊക്കെ ഒരുപാട് രോഗങ്ങളൊക്കെ നമുക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ബേണിംഗ് ഓഫ് സോളിഡ് വേസ്റ്റ് പ്രൊഡ്യൂസസ് സ്മോക്ക് ആൻഡ് കോസ് ഓഫ് എയർ പൊല്യൂഷൻ. ഇപ്പം വേസ്റ്റൊക്കെ നമ്മൾ കത്തിക്കുന്ന സമയത്തൊക്കെ ഉണ്ടാകുന്ന പുക, ഇപ്പം പ്ലാസ്റ്റിക്കിൻ്റെയൊക്കെ ആ ഒരു സ്മെല്ല് നമുക്ക് പറ്റില്ല. കാരണം നമുക്കതൊക്കെ ബോഡിക്ക് കുറേ ഹെൽത്തിന് പ്രോബ്ലം ഉള്ളത്. അപ്പം അങ്ങനെ ഈ സോളിഡ് വേസ്റ്റ് കത്തിക്കുന്ന സമയത്ത് ചിലതൊക്കെ നല്ല ബാഡ് സ്മെല്ലായിരിക്കും. അത് എയർ പൊല്യൂഷൻ ഉണ്ടാക്കുന്നതുകൊണ്ട് നമുക്ക് കുറേ ഹെൽത്ത് പ്രോബ്ലംസും അത് ഉണ്ടാക്കുന്നുണ്ട്. പിന്നെയാണ് നമ്മൾ സോളിഡ് വേസ്റ്റ് നമുക്ക് എങ്ങനെയൊക്കെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുമെന്നാണ്. ഇപ്പം പല രീതിയിൽ സാധിക്കും. ഇപ്പം നമുക്കറിയാം പ്രോപ്പറായിട്ട് ഡംപ് ചെയ്യുക, അതൊക്കെ ചെയ്താലും ഡംപ് ചെയ്താലും അത് പ്രോപ്പർ ട്രീറ്റ്മെൻ്റ് ഒക്കെ ചെയ്ത് അവരത് ഡീകമ്പോസ് ചെയ്യുന്ന രീതിയിൽ അങ്ങനെ പല രീതിയുണ്ട്. ഇപ്പം നമുക്ക് എങ്ങനെയൊക്കെ സോളിഡ് വേസ്റ്റ് കൺട്രോൾ ചെയ്യാം, മൊത്തത്തിൽ എങ്ങനെ കൺട്രോൾ ചെയ്യാൻ കഴിയുന്നതാണ്. കളക്ഷൻ ഓഫ് സോളിഡ് വേസ്റ്റ് സ്റ്റോറേജ് ബിൻസ് ആർ പ്രൊവൈഡ് ഇൻ ഡിഫറെൻറ്റ് പ്ലേസസ് ടു കളക്ട് ദി സോളിഡ് വേസ്റ്റ് ആൻഡ് ദ വേസ്റ്റ് കളക്ഷൻ ഏജൻസി കളക്ട് ഇറ്റ് ഡെയിലി ഫോർ ഡിസ്പോസൽ ഇൻ വെഹിക്കിൾ. ഇപ്പം നമ്മൾ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് നമ്മൾ ആ വേസ്റ്റ് ഇപ്പോൾ ഒരു പേപ്പറാണെങ്കിൽ പോലും ഒരു ഒരു സ്വീറ്റിൻ്റെ കവറാണെങ്കിൽ പോലും നമ്മളത് കഴിച്ചിട്ട് ഈ വേസ്റ്റ് ഡസ്റ്റ്ബിന്നൊക്കെ ഉണ്ടല്ലോ അവിടെ കൊണ്ടുപോയി ഇടുക. അങ്ങനെ അവിടെ നമ്മൾ കറക്റ്റായിട്ട് വേസ്റ്റ് കൊണ്ടുപോയിടുക. അപ്പോൾ ആ വേസ്റ്റുകൾ ഈ മുനിസിപ്പാലിറ്റി ഡെയിലി വന്ന് അല്ലെങ്കിൽ അത് കളക്ട് ചെയ്യുന്ന ആൾക്കാർ ഡെയിലി വന്ന് വണ്ടിയിൽ അത് എടുത്തുകൊണ്ട് പോകണം. എന്നിട്ട് ഡിസ്പോസ് ചെയ്യാനുള്ള പരിപാടി ഡെയിലി അങ്ങനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ കുറേയൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വേസ്റ്റ് നമ്മൾ കറക്റ്റായിട്ട് ആ ഡസ്റ്റ്ബിന്നിൽ ഇടുകയും വേണം. അവർ ഡെയിലി കൊണ്ടുപോകും വേണം. കാരണം ഇല്ലേ അവർ കൊണ്ടുപോയില്ല, നമ്മൾ ഡസ്റ്റ്ബിന്നിൽ ഇട്ട് കൊണ്ടുപോയില്ല എന്നുണ്ടെങ്കിൽ അത് നിറഞ്ഞ് അതങ്ങ് കൂടിയിട്ട് പുറത്തേക്കൊക്കെ പോകും. അതുപോലെ പിന്നെ പാറി കിടക്കുകയൊക്കെ ചെയ്യും. നമ്മൾ കറക്റ്റായിട്ട് ഡസ്റ്റ്ബിന്നിൽ ഇടുകയും ചെയ്യാം. അവരത് ഡെയിലി കൊണ്ടുപോകും. അപ്പം വേസ്റ്റ് നിറയുന്ന വെച്ചാൽ അങ്ങനെ കൊണ്ടുപോകുക ചെയ്യുകയാണെങ്കിൽ തന്നെ കുറേയൊക്കെ നമുക്ക് വേസ്റ്റ് കൺട്രോൾ ചെയ്യാൻ കഴിയും. പിന്നെ സോളിഡ് വേസ്റ്റ് ഡിസ്പോസ് ചെയ്യുന്ന അതിനെ ഏതൊക്കെ മെത്തേഡ്സ് നമുക്ക് യൂസ് ചെയ്യുന്നതാണ്. മാനുവൽ കമ്പോണൻറ്റ് സെപ്പറേഷൻ. ഇപ്പം നമുക്കറിയാം ഓരോന്നും സെപ്പറേറ്റ് ചെയ്ത് ഓരോ സാധനങ്ങളും സെപ്പറേറ്റ്. ഇപ്പം നമുക്കറിയാം പ്ലാസ്റ്റിക് ഇത്ര ഇതുള്ള സാധനങ്ങൾ വേസ്റ്റിടും, പേപ്പറൊക്കെ സെപ്പറേറ്റ് മാറ്റുക, പ്ലാസ്റ്റിക് അങ്ങനെ കുറേ സ്ഥലം ഉണ്ടല്ലോ. അപ്പം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ സെപ്പറേറ്റ് ചെയ്യുക. ഇപ്പം കാർഡ്ബോർഡ്, അത് ന്യൂസ് പ്രിൻ്റ് അങ്ങനെയുള്ള ഓരോ ഐറ്റംസൊക്കെ തടിയുടെ ഓരോ ഐറ്റംസ്, മെറ്റലിലേക്ക് അങ്ങനെ അലുമിനിയം അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഇപ്പം റീസൈക്കിൾ ചെയ്യാൻ കഴിയുന്നതും റീസെയിൽ ചെയ്യാൻ കഴിയുന്ന അങ്ങനെയുള്ള സ്ഥലത്തിലേക്ക് നമ്മൾ സെപ്പറേറ്റ് ചെയ്യുക. അങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് ഡംപ് ചെയ്യാനൊക്കെ ആയിട്ട് അങ്ങനെ മാറ്റി വിടാൻ വേണ്ടി നോക്കുക. പിന്നെ കോമ്പാക്ടേഴ്സ് ആർ യൂസ് ടു കംപ്രസ് ദി വേസ്റ്റ് മെറ്റീരിയൽ ഡയറക്ട്ലി ഇൻ ടു ലാർജ് കണ്ടെയ്നേഴ്സ് ഓർ ടു ഫോം ബെയിൽസ് ദാറ്റ് ക്യാൻ ബി then placed in large containers. അപ്പോൾ കോമ്പാക്ടർ അത് കോമ്പാക്ടേഴ്സ് യൂസ് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വലിയൊരു കണ്ടെയ്നറിലേക്ക് വേസ്റ്റ് ഒക്കെ ഇട്ട് നന്നായി കുത്തി നിറച്ചിട്ട് വലിയൊരു കണ്ടെയ്നറിലേക്ക് വെച്ച് അത് അടുത്തൊരു പ്ലേസിലേക്ക് വേറെ പ്ലേസിലേക്ക് അങ്ങനെ കൊണ്ടുപോയി നിറച്ചിട്ട് അങ്ങനെ ആ രീതിയിൽ കൊണ്ടുപോയി ഡീകമ്പോസ് ചെയ്യുന്ന, കാരണം നമ്മൾ തന്നെ ഡിസ്പോസ് ചെയ്യുന്ന മെത്തേഡാണ്. അങ്ങനെ കുത്തി നിറച്ച് ഒരു വലിയ കണ്ടെയ്നറിലേക്ക് കുത്തി നിറച്ചിട്ട് കൊണ്ടുപോകുന്ന ആ ഒരു മെത്തേഡാണ് കോമ്പാക്ഷൻ. ഇനി ഇൻസിനറേഷൻ. കമ്പസ്റ്റൈൽ വേസ്റ്റ് ലൈക്ക് പ്ലാസ്റ്റിക്, കാർഡ്ബോർഡ്, പേപ്പർ, റബ്ബർ, വുഡ്, ഫുഡ് വേസ്റ്റ് ആർ ബേണിംഗ് അറ്റ് വെരി ഹൈ ടെമ്പറേച്ചർ. അപ്പം ഇങ്ങനെയുള്ള പ്ലാസ്റ്റിക്, കാർഡ്ബോർഡ്, പേപ്പർ, റബ്ബർ, വുഡ് അങ്ങനെയുള്ള നന്നായി കത്താനുള്ള ടെമ്പറേച്ചറിൽ അങ്ങനെ നല്ല ടെമ്പറേച്ചർ വെച്ചിട്ട് അതിനെ കത്തിച്ച് കഴിഞ്ഞാൽ തന്നെ
എന്താ പറയുക, എന്നാൽ മൊത്തം ചാമ്പലൊക്കെ അങ്ങനെയുള്ള വേസ്റ്റ് കത്തിച്ച് കളയാം. അങ്ങനെ വേസ്റ്റ് നന്നായിട്ട് ഇപ്പം കത്തിച്ച് പുറത്ത് നമുക്ക് ദോഷമില്ലാത്ത രീതിയിൽ അത് കത്തിച്ച് കളയാം. അങ്ങനെ ആ ഒരു മെത്തേഡാണ് പല രീതിയിൽ ഡിസ്പോസ് ചെയ്യുന്ന കാര്യങ്ങളായി പറയുന്നത്. അപ്പം അങ്ങനെയൊക്കെ എന്താ പറയുക, നമുക്ക് സോളിഡ് വേസ്റ്റ് കൺട്രോൾ ചെയ്യാൻ കഴിയുന്നതാണ്. പിന്നെ ഉള്ളത് ഓപ്പൺ ഡംപിങ് ഡൺ ഇൻ ലോ ലൈയിങ് ഏരിയാസ് ആൻഡ് ഔട്ട്സ്കേർട്ട് ഓഫ് ദി ടൗൺ ആൻഡ് സിറ്റീസ്. ദിസ് മെത്തേഡ് ഈസ് യൂസ്ഡ് ഇൻറ്റൻസി ഇൻ ഇന്ത്യ. ഓപ്പൺ ഡംപിങ് റിക്വയർ ലാർജ് ലാൻഡ് ഏരിയ. ഇപ്പം നമുക്കറിയാം, നമ്മൾ വേസ്റ്റ് ഡംപ് ചെയ്യുന്ന കുറച്ച് ഒരു ടൗൺ സിറ്റീനൊക്കെ കുറച്ച് മാറിയിട്ടൊരു ഓപ്പണുള്ള ഒരു ഏരിയ ലാൻഡിൽ നമ്മൾ വേസ്റ്റ് ഡംപ് ചെയ്യുന്നത്. അപ്പം അത് എന്താ പറയുക, ഒരു കുറച്ച് സ്ഥലത്ത് അങ്ങനെ കൊണ്ട് ഡംപ് ചെയ്യുക. അപ്പം ഒരു സിറ്റിയിൽ നിന്നൊക്കെ മാറിയിട്ട് ഇപ്പോൾ ആൾക്കാരൊക്കെ കുറവുള്ള സ്ഥലത്ത് മാറി അങ്ങനെ വേസ്റ്റ് ഡംപ് ചെയ്യുക. ഇങ്ങനെ ഈ ഒരു ഓപ്പൺ ഡംപിങ് നമ്മുടെ ഏറ്റവും കൂടുതലുള്ളത് ഇന്ത്യയിലാണെന്നാണ്. ഈ മെത്തേഡ് യൂസ് ചെയ്യുന്ന ഏറ്റവും കൂടുതൽ ഇന്ത്യയിലാണെന്നാണ്. അപ്പം ഇതിന് ഇങ്ങനെ ഡംപിങ്ങിന് വേണ്ടി ഒരു വലിയൊരു ഏരിയ തന്നെ വേണമെന്ന് ഓപ്പൺ ഡംപിങ്. കാരണം അങ്ങനെ കുറേ ഒരുപാട് വേസ്റ്റ് ഉള്ളതല്ലേ. അപ്പം ഒരു വലിയൊരു ഏരിയയിൽ ഇപ്പോൾ ആൾക്കാരൊന്നും അങ്ങനെ അധികം ഇപ്പോൾ സിറ്റീന്നൊക്കെ മാറിയിട്ട് കുറച്ചൊരു സ്ഥലത്ത് ഇങ്ങനെ ഓപ്പൺ ഡംപിങ്ങിനുള്ളൊരു ഏരിയ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ എന്താ പറയുക, വേസ്റ്റ് കൺട്രോൾ ചെയ്യാൻ കഴിയുന്ന നമ്മൾ ആൾക്കാർ നടക്കുന്ന കുറേയൊക്കെ രോഗങ്ങളൊക്കെയാണ് നമുക്ക് കുറയ്ക്കാൻ കഴിയും. പിന്നെ സാനിറ്ററി ലാൻഡ്ഫിൽ. ഇൻ ദിസ് മെത്തേഡ് ദി സോളിഡ് വേസ്റ്റ് ആർ കോമ്പാക്റ്റഡ് ആൻഡ് സ്പ്രെഡ് ഇൻ തിൻ ലെയർ, ഈച്ച് ലെയർ ബീങ് യൂണിഫോംലി കവേർഡ് ബൈ ലെയർ ഓഫ് സോയിൽ. ദ ഫൈനൽ ലെയർ ഈസ് കവേർഡ് ബൈ ഫൈനൽ കവർ ഓഫ് about 1 meter of earth to prevent rodents ഫ്രം ബോറോവിങ് ഇൻ ടു ദി റെഫ്യൂസ് ആൻഡ് സ്കാറ്ററിങ്. ഈ മെത്തേഡ് എന്ന് വെച്ചാൽ ഒരു എന്താ പറയുക, വലിയൊരു ഹോള് രീതിയിൽ നമ്മൾ വേസ്റ്റ് ഡീകമ്പോസ് ചെയ്യുന്നത്. അപ്പോൾ പറഞ്ഞാൽ അതിന് കുറേ ലെയറൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ പറഞ്ഞാൽ ഓരോ ലെയറിന് ഓരോ ഇതായിരിക്കും. ചിലപ്പം ഒരു ലെയർ എന്ന് വെച്ചാൽ ഇത് കമ്പോസ് ചെയ്യുന്ന സമയത്ത് കുറേ ടോക്സിക് സബ്സ്റ്റൻസ് ഒക്കെ അതിനെയൊക്കെ ഒന്ന് ട്രാപ്പ് ചെയ്യാൻ വരുന്ന രീതിയിലുള്ള അങ്ങനെയുള്ള ഒരു ലെയർ. അതുപോലെ അങ്ങനെ കുറേ ഓരോ ലെയറുണ്ട്. അപ്പോൾ ഈ നമ്മളിടുന്ന വേസ്റ്റിനെയൊക്കെ എന്താ പറയുക, ഡീകമ്പോസ് ചെയ്യാൻ കഴിയുന്ന ഇപ്പം ഓരോ രീതിയിൽ ഓരോ ലെയറിന് ഓരോ ഉള്ളത് പ്രത്യേകതയുള്ളത്. അപ്പം പറഞ്ഞല്ലോ നേരത്തെ, എന്താ പറയുക, സബ്സ്റ്റൻസ് ഒക്കെ മാറ്റാൻ പറ്റുന്ന രീതിയിൽ. അതുപോലെ ഇപ്പം കമ്പോസ് ചെയ്യുമ്പം എന്താ പറയുക, ലിക്വിഡ് അങ്ങനെ രീതിയിലൊക്കെ അങ്ങനെയൊക്കെ പല രീതിയിൽ കമ്പോസ് ചെയ്യുമ്പോൾ ഒരു വലിയ ഹോളിലേക്ക് ആക്കിയിട്ട് അത് ചെയ്യുന്ന രീതി പല ലെയറിലായിട്ട് ഓരോ ലെയറിന്നും ഓരോ മെത്തേഡ് ചെയ്യുന്ന രീതിയിൽ അങ്ങനെയുള്ള സമയത്ത് ഈ ഒരു എന്താ പറയുക മെത്തേഡ് യൂസ് ചെയ്യുന്ന നമ്മുടെ എൻവയോൺമെൻറ്റിന് ഒരു ഡാമേജസും ഉണ്ടാവില്ല എന്നാണ് ഈ സാനിറ്ററി ലാൻഡ്ഫിൽ യൂസ് ചെയ്യുമ്പോൾ. പിന്നെയാണ് അടുത്ത സ്റ്റെപ്പാണ് ലാൻഡ് ഫാമിംഗ്. Land farming എന്ന് പറഞ്ഞാൽ, in this method the organic wastes are either applied on the top of the land or injected below the soil surface with suitable equipment where they undergo bacterial and chemical decomposition. ഈ ലാൻഡ് ഫാമിംഗ് മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ, ഈ ഓർഗാനിക് വേസ്റ്റിനെ എന്താ പറയുക, ഒന്നെങ്കിൽ സോയിലിൻ്റെ ലാൻഡിൻ്റെ മുകളിലായിട്ടോ അല്ലെങ്കിൽ ഈ മണ്ണിലെ അടിഭാഗത്തൊക്കെ ആയിട്ട് എന്താ ഇഞ്ചെക്ട് ചെയ്യുന്ന ഒരു എക്യുപ്മെൻറ്റ്. അതെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു എക്യുപ്മെൻറ്റ്, ഈ ഒരു എക്യുപ്മെൻറ്റ് വെച്ചാൽ ആ ബാക്ടീരിയ വെച്ചിട്ടോ അല്ലെങ്കിൽ കെമിക്കൽ രീതിയിൽ വെച്ചിട്ടോ അങ്ങനെ ഈ വേസ്റ്റൊക്കെ ഡീകമ്പോസ് ചെയ്യുന്ന അങ്ങനെ ഒരു മെത്തേഡാണ് ഈ ലാൻഡ് ഫാമിംഗ് എന്ന് പറയുന്നത്. ഇനി കമ്പോസ്റ്റിംഗ് പറഞ്ഞാൽ, in the process a compost pile is constructed by making alternate layer of organic matter and soil. കമ്പോസ്റ്റ് നമ്മൾ പെട്ടെന്ന് എന്താ പറയുക, കമ്പോസ്റ്റ് നമ്മൾ വേസ്റ്റൊക്കെ പല രീതിയിൽ നമുക്ക് വേസ്റ്റൊക്കെ ആണെങ്കിൽ തന്നെ കുറേയൊക്കെ വേസ്റ്റ് ഇതിനൊക്കെ വേണ്ടി നമ്മൾ എടുക്കുമല്ലോ. അപ്പം ഗ്യാസിനൊക്കെ ആയിട്ട് അപ്പം ആ രീതിയിൽ അങ്ങനെ കുറേ നമുക്ക് യൂസസ് ഉണ്ടല്ലോ. അത് വേസ്റ്റ് കൊണ്ട് അങ്ങനെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന വേസ്റ്റൊക്കെ അങ്ങനെ എടുക്കാം. അല്ലാതെ വേസ്റ്റ് കുറേ കത്തിച്ച് അങ്ങനെ കമ്പോസ്റ്റ് ചെയ്യുന്ന ഒരു കൺസ്ട്രക്ഷൻ, ഈ കമ്പോസ്റ്റിന് വേണ്ടിയിട്ടുള്ളൊരു ഈ വേസ്റ്റൊക്കെ കൂമ്പാരം പോലെ കൂട്ടിയിട്ട് അങ്ങനെ ഒരു കൺസ്ട്രക്ഷൻ, ആ ഒരു കമ്പോസ്റ്റ് ചെയ്യാനുള്ള ആ ഒരു കൺസ്ട്രക്ഷൻ ഉണ്ടാക്കിയിട്ട് അങ്ങനെ അത് ഇതുപോലെ ഒരു ലെയറൊക്കെ ആക്കിയിട്ട് സോയിലൊന്നും കുഴപ്പമില്ലാത്ത രീതിയിൽ അങ്ങനെ വരുന്നൊരു ഇതാണ് കമ്പോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഈ വേസ്റ്റൊക്കെ കമ്പോസ്റ്റ് ചെയ്യുന്ന ആ ഒരു രീതി. പിന്നെ അടുത്ത ഏതാണ്, വേസ്റ്റ് യൂട്ടിലൈസേഷൻ. നമുക്ക് ഈ ഒരു വേസ്റ്റ് നമുക്ക് ബാക്കി വന്ന വേസ്റ്റ് കൊണ്ട് നമുക്ക് ഒന്നും കൂടി യൂസ് ആവുന്ന, ഇപ്പം റീയൂസ് ചെയ്യാൻ കഴിയുന്ന രീതി ആ ഒരു മെത്തേഡിലേക്ക് അങ്ങനെ നമുക്ക് എല്ലാ വേസ്റ്റും കൊണ്ട് ഡംപ് ചെയ്യുന്നു. ഇപ്പം തന്നെ ഒരുപാട് വേസ്റ്റ് ഉണ്ട്. അപ്പം നമുക്ക് തിരിച്ച് യൂസ് ചെയ്യാൻ കഴിയുന്ന രീതിയിൽ അപ്പം ആ ഒരു എന്തെങ്കിലും ഇപ്പോൾ ഒരു എക്യുപ്മെൻ്റ് ആണ് അത് പിന്നെ ഒന്നും കൂടി യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒന്നെങ്കിൽ നേരാക്കാൻ, അല്ലെങ്കിൽ അത് പുതിയൊരു എന്താ പറയുക സാധനം തന്നെ ഉണ്ടാക്കാൻ വേണ്ടി ഈ ഒരു വേസ്റ്റ് ഉപയോഗിക്കാനോ അങ്ങനെയൊക്കെ പറ്റുന്നത്. അങ്ങനെയൊക്കെ കുറേ കഴിയുകയാണെങ്കിൽ തന്നെ നമുക്ക് കുറേയൊക്കെ വേസ്റ്റിൻ്റെ ആ ഒരു എമൗണ്ട് നമുക്ക് കുറയ്ക്കാൻ കഴിയും. അപ്പം അങ്ങനെ വേസ്റ്റ് നമുക്ക് എങ്ങനെയൊക്കെ യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. അപ്പം റീയൂസ് ഓർ റീസൈക്ലിംഗ് ഓഫ് സോളിഡ് വേസ്റ്റ് ആർ സോൾഡ്. അപ്പം റീയൂസ് ചെയ്തോ അല്ലെങ്കിൽ ഇത് തിരിച്ച് റീസൈക്ലിംഗ് പ്രോസസ്സിലൂടെ നമുക്ക് ഈ വേസ്റ്റ്
എങ്ങനെയൊക്കെ യൂസ് ചെയ്യാന്നാണ്. ഫസ്റ്റ് വൺ, റീഫില്ലിംഗ് ഓഫ് യൂസ്ഡ് കോൾഡ് ഡ്രിങ്ക്സ് ബോട്ടിൽ. ഇപ്പം നമ്മളൊരു വെള്ളത്തിൻ്റെ ഒക്കെ നമ്മൾ ഇവിടെ ഒരു ബോട്ടിൽ നമ്മൾ വാങ്ങിച്ചു, നമ്മൾ കുടിക്കും, നമ്മൾ പുറത്തേക്ക് എറിയുന്നു. അപ്പം അങ്ങനത്തെ കോൾഡ് ഡ്രിങ്ക് ബോട്ടിലൊക്കെ എന്താ പറയുക, തിരിച്ച് ഒന്നും കൂടി അത് ശരിക്കും വേസ്റ്റാണ്. അത് പിന്നെ അത് നമ്മൾ യൂസ് ചെയ്യുന്നില്ല. അപ്പം അങ്ങനെയുള്ള ബോട്ടിൽ പിന്നെയും നിറച്ചിട്ട് പിന്നെയും അതുപോലെ കോൾഡ് ഡ്രിങ്ക്സ് അങ്ങനെ ബോട്ടിലായിട്ട് തന്നെ പിന്നെയും യൂസ് ചെയ്യുക. അങ്ങനെ അതാണ് അവരുടെ മെത്തേഡ്. പിന്നെ സ്ക്രാപ്പ് ഗ്ലാസ് ഈസ് യൂസ്ഡ് ഇൻ പ്രൊഡക്ഷൻ ഓഫ് ന്യൂ ഗ്ലാസ്. ഒരു ഗ്ലാസ്സൊക്കെ പൊട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ ആ പൊട്ടൊക്കെ വെച്ചിട്ട് ഒരു പുതിയൊരു ഗ്ലാസ് ഉണ്ടാക്കാൻ വേണ്ടി, പുതിയൊരു ഗ്ലാസിൻ്റെ പ്രൊഡക്ഷന് വേണ്ടി അത് പൊട്ടിപ്പോയ ഗ്ലാസ് യൂസ് ചെയ്യുന്നുള്ളതാണ്. പിന്നെ ജൂട്ട് വേസ്റ്റ്സ് ആർ യൂട്ടിലൈസ്ഡ് ഫോർ മേക്കിംഗ് ഗുഡ് ക്വാളിറ്റി ഓഫ് പേപ്പർ. ഇപ്പം ചണമൊക്കെ എന്താ പറയുക, നല്ല പേപ്പറിന് നല്ല ക്വാളിറ്റി അതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യാന്നാണ് പറയുന്നത്. പിന്നെ ക്ലീൻ വാട്ടർ റിസൾട്ടിങ് ഫ്രം ട്രീറ്റ്മെൻറ്റ് ഓഫ് സീവേജ് ക്യാൻ ബി റീയൂസ്ഡ്. ഇപ്പോൾ നമുക്ക് അഴുക്ക് വെള്ളത്തൊക്കെ ശുദ്ധീകരിച്ച് കഴിഞ്ഞിട്ട് അഴുക്ക് വെള്ളം ഒക്കെ ട്രീറ്റ്മെൻറ്റ് നടത്തിയിട്ട് നമുക്ക് പിന്നീട് ഇപ്പം പ്യുവർ വാട്ടർ ആവുമല്ലോ, നല്ല എന്താ പറയുക, നല്ല വെള്ളമായിരിക്കും ട്രീറ്റ്മെൻറ്റ് ഒക്കെ നടത്തിയൊക്കെ ശുദ്ധീകരിച്ച് കഴിയും. അങ്ങനെ ആ വെള്ളം പിന്നെ യൂസ് ചെയ്യാൻ നോക്കും. അഴുക്ക് വെള്ളം ശുദ്ധീകരിക്കും തന്നെ ആ ഒരു വേസ്റ്റ് മാത്രമായിട്ട് അഴുക്കിൽ വെള്ളമാണെങ്കിൽ അത് ഒരുപാടുണ്ടായിരിക്കും. അതേസമയം അഴുക്ക് മാറ്റി വെള്ളം ശുദ്ധീകരിച്ച് കഴിഞ്ഞാൽ ആ വേസ്റ്റ് അളവ് നന്നായിട്ട് തന്നെ കുറയും. അപ്പം അങ്ങനെ രീതിയിൽ റീയൂസ് ചെയ്യാൻ നോക്കാം. പിന്നെ കാറ്റൽ ഡഗ് ഈസ് യൂസ്ഡ് ഇൻ ഗോബർ പ്ലാന്റ്സ് ഫോർ മേക്കിംഗ് കുക്കിംഗ് ഗ്യാസ്. അപ്പം കാറ്റൽ ഡഗ്സ് ആണ് ഈ എന്താ പറയുക കന്നുകാലികളുടെയൊക്കെ വേസ്റ്റ്, അതിൻ്റെയൊക്കെ വേസ്റ്റ് എടുത്തിട്ട് എന്താ പറയുക, ഈ ഗ്യാസിനൊക്കെ ബയോഗ്യാസ് അങ്ങനെയുള്ള ഗ്യാസിനൊക്കെ വേണ്ടി നമ്മളിപ്പം അങ്ങനെ ചാണകം അങ്ങനെയൊക്കെ യൂസ് ചെയ്യും പശുവിൻ്റെയൊക്കെ. അപ്പം അങ്ങനെയുള്ള ഗ്യാസിന് വേണ്ടിയിട്ട് എന്താ പറയുക, ഇത് യൂസ് ചെയ്യുക, ഇങ്ങനെയുള്ള വേസ്റ്റ് യൂസ് ചെയ്യാന്നാണ്. പിന്നെ ഗാർബേജ് ഈസ് യൂസ്ഡ് ഫോർ മേക്കിംഗ് കമ്പോസ്റ്റ്. ഇപ്പോൾ പറയുന്നത് നമ്മൾ ഈ ചവറുകളൊക്കെ ഉണ്ടല്ലോ, വേസ്റ്റ് അങ്ങനെയുള്ള ഗാർബേജൊക്കെ എന്താ പറയുക കമ്പോസ്റ്റിന് വേണ്ടി. കമ്പോസ്റ്റ് എന്ന് പറയാം, കമ്പോസ്റ്റ് ഈ സമയത്ത് അതൊരു വളമാണല്ലോ കമ്പോസ്റ്റ്. ഇപ്പം ഓർഗാനിക് മാറ്റർ അങ്ങനെ സംഭവങ്ങളൊക്കെ വെച്ച് അതിനകത്ത് ഇട്ടിട്ടുണ്ടെങ്കിൽ അതൊരു ബാക്ടീരിയ നമ്മൾ ഈ ഇതിനൊക്കെ ഇട്ടുകൊടുക്കുന്ന ഒരു കമ്പോസ്റ്റാണ്. അപ്പം അങ്ങനെ ഈ ഗാർബേജൊക്കെ യൂസ് ചെയ്ത് കമ്പോസ്റ്റ് ഉണ്ടാക്കുക, അതാണ് പറയുന്നത്. പിന്നെ വേസ്റ്റ് പേപ്പർ ഈസ് റീസൈക്കിൾ ടു ഫോം പേപ്പർ, കാർഡ്ബോർഡ് എക്സെട്ര. ഇപ്പം ഈ പേപ്പറൊക്കെ ആണെങ്കിൽ ഒന്നുകൂടി റീസൈക്കിൾ ചെയ്ത് ഒന്നുകൂടി അത് ഒന്നുകൂടി റീസൈക്കിൾ ചെയ്ത് പിന്നീട് അതൊരു പേപ്പർ കാർഡ്ബോർഡൊക്കെ ആയിട്ട് പിന്നെ അത് യൂസ് ചെയ്യുക, അതിൻ്റെ ആ ഫോമിലേക്ക് തന്നെ ആക്കുക. പിന്നെ വരുന്ന യൂസ് ടയർ കാഷിംഗ് ആർ റീയൂസ്ഡ് ഇൻ ദി മാനുഫാക്ചർ ഓഫ് സിന്തറ്റിക് റബ്ബർ. ഈ എന്താ പറയുക യൂസ് ചെയ്ത ടയറൊക്കെ പിന്നെയും അത് മാനുഫാക്ചറൊക്കെ ചെയ്ത് സിന്തറ്റിക് റബ്ബറായിട്ട് പിന്നെ യൂസ് ചെയ്യാന്നാണ്. പിന്നെ വരുന്ന ഫ്ലൈ ആഷ് ഈസ് യൂസ്ഡ് ആസ് സിമെൻറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ടു മേക്ക് ബ്രിക്സ് എക്സെട്ര. ഈ സിമെൻറ്റിൽ നിന്നൊക്കെ വരുന്ന ഫ്ലൈ ആഷ് എന്താ പറയുക, അത് കുറേ സംഭവമൊക്കെ ഇട്ട് അത് മാറ്റിയിട്ട് ബ്രിക്സ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അത് യൂസ് ചെയ്യാവുന്നതാണ്. അങ്ങനെയൊക്കെ നമുക്ക് ഈ വേസ്റ്റ് ഇങ്ങനെയൊക്കെ യൂസ് ചെയ്താൽ കുറേയൊക്കെ വേസ്റ്റിൻ്റെ അളവ് കുറയുകയും ചെയ്യും. എന്താ പറയുക, കുറേ വേസ്റ്റിൻ്റെ അളവ് നന്നായി കുറയുകയും ചെയ്തു. അതുപോലെ നമ്മൾ വേസ്റ്റായിട്ട് കളയുന്ന സാധനം നമുക്ക് പിന്നീടും യൂസ് ചെയ്തിട്ട് അങ്ങനെ ഉണ്ടാക്കാൻ കഴിയുകയും ചെയ്യും. അങ്ങനെ നമുക്ക് വേസ്റ്റ് കുറേ കുറയ്ക്കാവുന്നതാണ്. പിന്നെയുള്ളത് നമ്മൾ എന്താ പറയുക, നമുക്ക് എങ്ങനെയൊക്കെ എന്താ പറയുക ഈ പൊല്യൂഷൻ, ഇപ്പം ഈ വേസ്റ്റ് പൊല്യൂഷൻ എങ്ങനെയൊക്കെ നമുക്ക് എന്താ പറയുക തടയാൻ കഴിയുമെന്നുള്ളതാണ്. അത് ഫസ്റ്റ് വൺ ആണ് ഇൻസ്റ്റോളേഷൻ ഓഫ് പ്രോപ്പർ സീവേജ് ഡിസ്പോസൽ മെത്തേഡ്. കാരണം ഈ സീവേജൊക്കെ ഇപ്പം മഴക്ക് അങ്ങനെ വെള്ളമാണെങ്കിൽ തന്നെ സീവേജൊക്കെ ഈ എന്താ പറയുക ഡിസ്പോസ് ചെയ്യുന്ന, അല്ലെങ്കിൽ വേസ്റ്റൊക്കെ ഡിസ്പോസ് ചെയ്യാൻ കറക്റ്റ് അതിനൊരു ഡംപിങ്ങുള്ള സ്ഥലത്താണെങ്കിൽ വേസ്റ്റ് ബിൻ ആണെങ്കിൽ അവിടെ അങ്ങനെയൊക്കെ സ്ഥാപിക്കുക, അല്ലെങ്കിൽ അവിടെ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് കൊണ്ടുപോയിടുക. അങ്ങനെ ആ രീതിയിലൊക്കെ പോവുകയാണെങ്കിൽ കുറേ നമ്മളെ കൊണ്ട് കഴിയുന്നതാണ് അതൊക്കെ നമുക്ക് ചെയ്യാൻ കഴിയും. പിന്നെ ട്രീറ്റ്മെൻറ്റ് ഓഫ് ചിമ്നി സ്മോക്ക് ടു റിമൂവ് സോളിഡ് കാർബൺ പാർട്ടിക്കിൾ. ഇപ്പോൾ ഈ ചിമ്നി സ്മോക്ക് അതിൽ നിന്ന് ഈ പുകക്കോളിലൊക്കെ ഉണ്ടല്ലോ, അതിൽ നിന്ന് എന്താ പറയുക കാർബൺ പാർട്ടിക്കിൾസിന് റിമൂവ് ചെയ്യുന്ന അങ്ങനെ ഒരു ഇതുണ്ട്. ആ ഒരു ട്രീറ്റ്മെൻറ്റൊക്കെ കൊണ്ടുവരിക. പിന്നെ ഇൻസ്റ്റോളേഷൻ ഓഫ് ഗോബർ ഗ്യാസ് പ്ലാന്റ്സ് ഇൻ ഏരിയാസ് ഓഫ് ഹൈ അവൈലബിലിറ്റി ഓഫ് കൗ ഡഗ്. അപ്പം ഈ പശുവിൻ്റെ ചാണകത്തിൽ നിന്നൊക്കെ ഈ ഗോബർ ഗ്യാസ് നമ്മൾ കുക്കിങ്ങിന് അങ്ങനെ വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യുക. അങ്ങനെ ആ ഒരു ഇത് കൊണ്ടുവരിക. പിന്നെ ഡിറ്റർജൻറ്റ് ഓഫ് ലോ ലെവൽ ഫോസ്ഫേറ്റ് ആർ യൂസ്ഡ്. അത് പറഞ്ഞാൽ ഈ എന്താ പറയുക ഡിറ്റർജൻറ്റിലുള്ള ഫോസ്ഫേറ്റിൻ്റെ അളവ് കുറയ്ക്കുക.
അങ്ങനെ വരുമ്പം വേസ്റ്റിൻ്റെ പൊല്യൂഷൻ നമുക്ക് കുറേയൊക്കെ തടയാൻ കഴിയുന്നതാണ്. പിന്നെ ഡംപിങ് ഓഫ് നോൺ ബയോഡീഗ്രേഡബിൾ വേസ്റ്റ് ഇൻ ലോ ലൈയിങ് ഏരിയസ്. ഈ ബയോഡീഗ്രേഡബിൾ വേസ്റ്റ് ഉണ്ട്, നോൺ ബയോ ഉണ്ട്. അപ്പം നോൺ ബയോ ഡീഗ്രേഡബിൾ വേസ്റ്റൊക്കെ നമ്മൾ കൊണ്ടുപോയിടുന്ന ആ ഒരു ഏരിയ ഉണ്ടല്ലോ, ഇപ്പം നമ്മൾ ചുമ്മാ വേസ്റ്റ് കൊണ്ടിടുന്ന എല്ലാം കൂട്ടുന്ന സ്ഥലം ഉണ്ടല്ലോ, അവിടെ ഉള്ള അങ്ങനെ വേസ്റ്റിലേക്ക് അവിടെ കൊണ്ട് എന്താ പറയുക അങ്ങനെ അത് കുറയ്ക്കുക, അവിടെ കൊണ്ട് ആ വേസ്റ്റിൻ്റെ ഇടുന്നത് അളവ് കുറയ്ക്കുക എന്നാണ്. പിന്നെ ജുഡീഷ്യസ് യൂസ് ഓഫ് ഫെർട്ടിലൈസേഴ്സ്, പെസ്റ്റിസൈഡ്സ് ആൻഡ് ഡിറ്റർജൻറ്റ്സ്. അപ്പോൾ ഈ നമ്മൾ ഈ ഫെർട്ടിലൈസേഴ്സിന് രാസവളത്തിൻ്റെ ആണെങ്കിലും അങ്ങനെ ഡിറ്റർജൻറ്റ് അങ്ങനെ എന്തിൻ്റെ ഉപയോഗം ബോധത്തോടു കൂടി എന്താ പറയുക നമ്മുടെ ലാൻഡിൽ ദോഷമാണെന്നുള്ള രീതിയിൽ നല്ല കാര്യബോധത്തോടു കൂടി തന്നെ അതൊക്കെ യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അതാണ് നമുക്ക് ഓരോരുത്തരും കൺട്രോൾ ചെയ്യാൻ കഴിയുന്നത്. മറ്റേതെന്ന് പറഞ്ഞാൽ ഓക്കെ നമുക്കും കൺട്രോൾ ചെയ്യാം, പക്ഷെ നമ്മൾ മാത്രമല്ല ബാക്കി എല്ലാവരും നമ്മുടെ മൊത്തം എല്ലാവരും കൂടി നമ്മുടെ ഓൾ സമൂഹം എല്ലാം കൂടി ചെയ്യേണ്ട ഇതാണ്. ഈ ഒരു 6 എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നെ ചെയ്യാൻ കഴിയും, നമ്മൾ വിചാരിച്ച് നമുക്ക് തന്നെ ചെയ്യാൻ കഴിയുന്ന ഒരു മെത്തേഡാണ് ഈ 6 എന്ന് പറയുന്നത്.